ഹായ്, ഫുട്ബോളിൽ പലപ്പോഴും 1v1 സിറ്റുവേഷനിൽ ഫോർവേഡ് വരുന്ന മിസ്റ്റേക്കാണ്. അതായത് ഫുട്ബോൾ 1v1 വരുമ്പോൾ സപ്പോസ് ഒരു പ്ലെയർ ഡ്രിബിൾ ചെയ്ത് വരുവാണ്. അവിടുന്ന് ഒരു ഡിഫൻഡർ ഫാസ്റ്റ് ആയിട്ട് വരുവാണ്. വരുന്നത് എന്താ ചെയ്യുക? ജസ്റ്റ് ഒരു സൈഡിലേക്ക് ഡിഫൻഡറിന്റെ കാൽ റീച്ച് കിട്ടാത്ത ഒരു സൈഡിലേക്ക് ഫേക്ക് ചെയ്ത് പോവുക. മറിച്ച് അവിടെ ഡിഫൻഡർ സ്റ്റോപ്പ് ചെയ്യാണ്. ഡിഫൻഡർ അവിടെ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ടാക്ടിക്സാണ്. അപ്പോൾ ഫോർവേഡ് എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ഓവറോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് കാണിക്കാം. മറിച്ച് അവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഡിഫൻഡർ എടുത്ത് ആവശ്യമില്ലാത്ത സ്കില്ല് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അപ്പം നമ്മൾ ഫേക്ക് ചെയ്ത് പോവുക എന്നുള്ളേ ഉള്ളൂ. മറിച്ച് ഡിഫൻഡർ അവിടെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻസ് ഇടാം, ഡ്രിബിളിങ് ആക്ഷൻസ് ഇട്ട് ഡ്രിബിൾ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഒരു പാസ് കൊടുക്കാം. ഇതാണ് 1v1 നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഡിഫൻഡർ ഓടി വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേക്ക് ചെയ്ത് പോകാം. അവിടെ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ സ്കിൽസ് ഇത്രയും കാണിക്കുന്നത്? ആ ഡിഫൻഡറിനെ ഓക്വേർഡ് മൂവ്മെന്റിലേക്ക് കൊണ്ടുവരിക, ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് അയാൾ ഓക്വേർഡായി കൊണ്ടുവരിക, എടുത്തുകൊണ്ട് പോവുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്കില്ല് കാണിക്കുന്നത്. അപ്പം അങ്ങനെ കാണിച്ചാലാണ് 1v1 കൂടുതലായിട്ട് എഫക്റ്റീവായി മാറുന്നത്. അപ്പം ഈ രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാം, സിറ്റുവേഷൻ ഒത്ത് വേണം നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റൂ. ഫുട്ബോൾ ഇനിയും വ്യത്യസ്ത വീഡിയോ കാണാം. ബൈ.